ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഡോക്ടർ ആതിര ES, ഓൾസോ മോണ്ടിസോറി ടീച്ചർ. ഞാൻ മോണ്ടിസോറിയുടെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, അതും കാണണേ എല്ലാവരും. ഓക്കെ, അപ്പം ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലായിരുന്നു കുറച്ച് നാളായിട്ട്. പിന്നെ നാട്ടിലെത്തിയപ്പം ഞാൻ ആഫ്രിക്കയിലായിരുന്നു. നാട്ടിലെത്തിയതിന് ശേഷം അത് കുറച്ച് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായി. ഞാൻ പിന്നെ അത് മെല്ലെ മെല്ലെ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യുമ്പം ഞാൻ ഒരു ദിവസം എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇത് ഇന്നലെ കഴിച്ചതാണ്, ഇന്നാട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു 12 മണിയാകുമ്പം ബ്രേക്കിംഗ് ഫാസ്റ്റ് ചെയ്ത് ചിയാ സീഡ് വാട്ടർ കൊണ്ടാണ്. പിന്നെ കുറച്ച് നട്ട്സ് കഴിച്ചു. ഇത് നമ്മുടെ ഹെയർ ഫോളിൻ്റെ ലഡുവാണ്. ഞാനത് ഉണ്ടാക്കിയേക്കുന്നത്. എൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഉണ്ട്, നിങ്ങളത് പോയി കാണണേ. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു എള്ളിൻ്റെ ലഡുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്കുന്നത് 2 എഗ്ഗാണ്. എഗ്ഗും പിന്നെ പപ്പായയും കൂടെയാണ് ഞാൻ എടുത്തേക്കുന്നത്. പപ്പായ ഞാൻ ഓൾറെഡി മേടിച്ച് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ 2 പിള്ളേരെയും കൊണ്ടുള്ള ഈ പരിപാടികളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും എന്തെങ്കിലും തടസ്സങ്ങൾ വരാറാണ് പതിവ്. അങ്ങനെ വന്ന തടസ്സമാണ്, ഞാൻ ആഫ്രിക്കയിലായിരുന്നു ഇത്രയും നാളും. അതിനുശേഷം നാട്ടിലോട്ട് വരേണ്ട അത്യാവശ്യം വന്നപ്പം നാട്ടിലോട്ട് വന്നു. അന്നേരം വീണ്ടും ഞാനൊരു 79 കിലോ ആയതായിരുന്നു 90 കിലോയിൽ നിന്നും. വീണ്ടും അത് നിന്ന് പോയി. പക്ഷേ എന്നാലും ഞാനത് കൂടാൻ വിട്ടിട്ടില്ല. ഇപ്പോൾ ഒരു ജസ്റ്റ് 81 കിലോയിൽ തന്നെയാണ് നിൽക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറയ്ക്കാനാണ് നല്ല പാട്. ഇപ്പം നാട്ടിൽ വന്നിട്ട് എല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടിൽ അതങ്ങ് നടക്കുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പപ്പായയും എഗ്ഗും കഴിച്ചു. പിന്നെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് നോ ഓയിൽ ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു തുള്ളി പോലും ഓയിൽ ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് ഈ നമ്മുടെ മസാലാസൊക്കെ ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് മൂടി വെക്കും. മൂടി വെച്ചതിന് ശേഷം നമ്മൾ മൂട തുറന്ന് കഴിയുമ്പോൾ നോക്കുമ്പോൾ നല്ല വെള്ളത്തോടെ ഇരിക്കുന്നുണ്ടാകും. അത് കുറച്ച് നേരം തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയി വരും. അപ്പോൾ നോ ഓയിൽ ചിക്കൻ ഫ്രൈ അടിപൊളിയാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എടുത്തേക്കുന്നത് കുറച്ച് മില്ലറ്റാണ്. മില്ലറ്റിൻ്റെ ചോറ് പോലെ ആക്കിയതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കണത്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഉപ്പുമാവൊക്കെ കഴിക്കുന്നത് പോലെയുണ്ട്. മില്ലറ്റുണ്ട്, മോര് കറിയുണ്ട്, ചിക്കനുണ്ട്, വെജിറ്റബിളുണ്ട്, പിന്നെ വാഴയ്ക്ക തോരനാണ് ഉണ്ടാക്കിയേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ആഫ്രിക്കയിലായപ്പോൾ നമുക്ക് എന്തൊക്കെയോ അവിടെ കിട്ടുന്നതൊക്കെ കഴിക്കാം. ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് വെച്ച് നമുക്ക് ഫാസ്റ്റിങ് ചെയ്യാം. വൈകുന്നേരം ഞാനൊരു കാപ്പി കുടിച്ചു. എന്തോ എനിക്ക് അങ്ങനെ ഫില്ലിങ് വരാൻ വേണ്ടി ഒരു കാപ്പി കുടിക്കാൻ തോന്നി. കാപ്പിയും ഞാൻ കുറച്ച് വാഴയ്ക്ക തോരനും കൂടെ കഴിച്ച് അന്നത്തെ ദിവസം തീർത്തു.